പീഡിയാട്രിക് സർജറി എന്നത് കുട്ടികളെയും കൗമാരപ്രായത്തിലുള്ളവരെയും ഓപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. കുട്ടികളെന്ന് പറയുന്നത് പ്രായപൂർത്തിയായവരുടെ ഒരു ചെറിയ പതിപ്പല്ല. ചിൽഡ്രൻ ആർ നോട്ട് മിനിയേച്ചർ അഡൽട്സ്. 1940 വരെ കുട്ടികളെയും ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അഡൽട്ട് സർജൻസ് ആയിരുന്നു. 1940 ഫിലഡൽഫിയയിലാണ് ആദ്യത്തെ പീഡിയാട്രിക് സർജറി യൂണിറ്റ് തുടങ്ങിയത്. ഇന്ത്യയിൽ ആദ്യത്തെ പീഡിയാട്രിക് സർജറി യൂണിറ്റ് സ്ഥാപിതമാകുന്നത് 1954 തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. പ്രൊഫസർ ഡോക്ടർ രാമൻ നായരാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഫുൾ ടൈം പീഡിയാട്രിക് സർജനായിട്ട് വർക്ക് തുടങ്ങിയത്. കുട്ടികളിലെ ശരീരഘടനയും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രായമുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവരുടെ അവയവങ്ങൾ പൂർണ്ണ വളർച്ച പ്രാപിക്കാത്തതും വളരെ മൃദുലവുമാണ്. അങ്ങനെയുള്ള അവയവങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും പ്രത്യേക പരിചയവും പ്രത്യേക ട്രെയിനിങ്ങും ആവശ്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ, കുട്ടികളെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരല്പം ബ്ലഡ് ലോസ് ഉണ്ടായാലും അത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കുന്നതാണ്. അവരുടെ ഹാർട്ട് ബീറ്റ്, മെറ്റബോളിസം ഇതെല്ലാം വലിയവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് കുട്ടികളെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അനസ്തീഷ്യ കൊടുക്കുന്നതിനും വലിയ പ്രായമായവരിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാവുന്നതല്ല. അതിന് പ്രത്യേകം ഉപകരണങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോഴും വലിയവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അത് കണക്ക് കൂട്ടുന്നത്. നിങ്ങൾ ഒരു കുട്ടിയെയും കൊണ്ട് ഒരു പീഡിയാട്രിക് ഡോക്ടറെ എടുത്തു പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിർബന്ധമായും ആ കുട്ടിയുടെ വെയിറ്റ് നോക്കുന്നതായിരിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്നതും IV ഫ്ലൂയിഡ്, അതായത് ഡ്രിപ്പ് കൊടുക്കുന്നതെല്ലാം ഓരോ കുട്ടിക്കും വ്യത്യസ്തമാണ്. ആ കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ചാണ് ഒരു ദിവസത്തേക്കുള്ള മരുന്നും ഡ്രിപ്പും എല്ലാം കണക്ക് കൂട്ടുന്നത്. പിന്നെ ഒരു കുട്ടിയെ കൊണ്ടുവന്നു നമ്മളതിനെ അസസ് ചെയ്യുന്നു, അതിനൊരു ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോൾ ആ കുട്ടിക്കും മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ആശങ്കയും പേടിയും ഭയങ്കരമാണ്. അപ്പോൾ അവരെ കൈകാര്യം ചെയ്യേണ്ടതും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും അവരെ കൗൺസിലിംഗ് ചെയ്യേണ്ടതും ഒരു പീഡിയാട്രിക് സർജൻ്റെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്.